നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. നമസ്കാരം സാർ, 2 ദിവസം മുമ്പാണ് നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാറിന്റെ രണ്ടാമത്തെ ഭാര്യ അവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു വരുന്നു. അത് വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ സംസാരിച്ചു. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചു. പിന്നീട് പക്ഷെ നമ്മൾ കണ്ടത് വെറും ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഈ പ്രശ്നം അങ്ങ് സോൾവായി. മുഖ്യമന്ത്രി അടക്കം സംസാരിച്ച് ഇത് വെറും ഒരു വാളകത്തെ കുടുംബ പ്രശ്നം മാത്രമാണ് എന്ന് പറഞ്ഞ് ആ പ്രശ്നം അങ്ങ് തീർന്നു. ഇനി ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ വാടപ്പിച്ചുകൊണ്ട് ആ വിഷയത്തിൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരുന്നു. പക്ഷേ ഇത് അങ്ങനെ ഒരു കുടുംബ പ്രശ്നമായിട്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നീട് വരുന്ന പല വാർത്തകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഏതായാലും ഇപ്പോൾ മന്ത്രി പത്നിക്ക് ആ ഒരു സ്വാധീനം വെച്ചുകൊണ്ട് അവരുടെ ഒരു കമ്പനിക്ക്, സ്വകാര്യ കമ്പനിക്ക് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിലെ പല കരാറുകളും നൽകിയിട്ടുണ്ട്. ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് ഓരോ മാസവും നടക്കുന്നത് എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ മറ്റേത് മന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, സ്വകാര്യ ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രി ഗണേഷ് കുമാറിന് അതിനൊരു ഉത്തരം നൽകാൻ സാധിച്ചാലും ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു മൗനം പാലിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും. കാരണം മന്ത്രി പറയുന്നത് തന്റെ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടരുത്, തന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടരുത് തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ ഏത് കാര്യത്തിലാണ് ഇടപെടേണ്ടത്? മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ കാര്യമല്ല, 2 വ്യക്തികൾ തമ്മിലുള്ള കാര്യമല്ലേ? എന്തിനെ നിങ്ങളുടെ പാർട്ടി ഇടപെട്ട? നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, നാണമുണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോകണമെന്ന്. ഇത് തന്നെ ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോകണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരു ബാച്ചലറാണ്. വ്യത്യാസം അതാണ്. നിങ്ങൾ 2 കല്യാണം കഴിച്ച ആളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA മാത്രമാണ്. നിങ്ങൾ MLAയും കഴിഞ്ഞിട്ട് പലതവണയായിട്ട് മന്ത്രിയാവുന്ന ആളാണ്, മന്ത്രിസഭയിലെ അംഗമാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വമുള്ള ആളല്ലേ? അപ്പോൾ നിങ്ങളത് പാലിക്കാൻ ബാധ്യസ്ഥനല്ലേ? നിങ്ങളെക്കുറിച്ച് എത്രയോ നാൾ നിങ്ങളുടെ അച്ഛൻ തന്നെ പരിതപിച്ചില്ലേ? എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് എൻ്റെ ഈ മകൻ എന്ന് പറഞ്ഞിട്ടില്ലേ? അതും വ്യക്തിപരമായ പ്രശ്നമാണോ? അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായില്ലേ, ചങ്കുപൊട്ടിയല്ലേ അദ്ദേഹം പറഞ്ഞത്? അങ്ങനെ പറഞ്ഞതിനെ തുടർന്നല്ലേ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ, നിങ്ങളും സരിതാ നായരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി വന്ന് മണിക്കൂറുകളോളം അവിടെ നിന്ന് സംസാരിച്ചത്? അതല്ലേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളും സരിതാ നായരും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞ കേരളത്തിൽ ഉടനീളം CPM ആഘോഷിച്ചത്? ഗുജറാത്ത് കലാപത്തിൻ്റെ വീഡിയോ രംഗങ്ങളുമായി നടന്നതുപോലെ ആ അവിഹിത ബന്ധമെന്ന് പറഞ്ഞ് കേരളം മുഴുവൻ പ്രചരിച്ചില്ല. ഉമ്മൻചാണ്ടിയുടെ മകനും ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള അച്ചൂമ്മനും ഒക്കെ ബന്ധമെന്നും പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? ഇതെല്ലാം വ്യക്തിപരമായ പ്രശ്നങ്ങളായിരുന്നില്ലേ? നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് വെച്ചല്ലേ സരിതാ നായരുമായിട്ട് സംസാരിച്ചത്? എന്തിന് സരിതാ നായരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വന്നു? അപ്പം നിങ്ങൾ പണ്ടേ ഈ കാര്യത്തിൽ കുഴപ്പക്കാരനാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പൊതുബോധമാണത്. നിങ്ങളുടെ കൂട്ടുകാർ തന്നെ പറയുന്ന കാര്യം അല്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ സുന്ദരനായിരിക്കാം, സിനിമാ നടനായിരിക്കാം, തിലകനെ അടിക്കാൻ വേണ്ടി കയ്യൂക്കുള്ള ആളുമായിരിക്കാം. പക്ഷേ നിങ്ങൾ ഈ സദാചാര പ്രശ്നത്തിൽ നല്ല മാതൃകയല്ല കാണിപ്പിക്കുന്നത്. കേരളത്തിലെ ഒരു MLA ആയാലും ശരി, മന്ത്രി ആയാലും ശരി, സദാചാര കാര്യങ്ങളിൽ മാതൃക കാണിക്കാൻ, കേരളത്തിൻ്റെ സംസ്കാരം ജീർണമാകാതിരിക്കാനുള്ള ബാധ്യത നിറവേറ്റേണ്ട ആൾക്കാരാണ്. കുത്തഴിഞ്ഞ ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരരുത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് മാതൃകയായിരിക്കണം. ഇതാണ് മഹാത്മാഗാന്ധി മുതൽ VS അച്യുതാനന്ദൻ വരെ പറഞ്ഞിട്ടുള്ളത്. അന്ന് VS അച്യുതാനന്ദനും പിണറായി വിജയനും നിങ്ങൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങളൊന്നും എടുത്തു വെച്ച് നോക്കൂ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാർ മാത്രമല്ല, പിണറായി വിജയനും രാജിവെക്കണം. രാമാനൻ നിങ്ങൾ നടത്തിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നിങ്ങളെ ഇപ്പം മന്ത്രിസ്ഥാനത്ത് ഇരുത്തുന്നത്. അത് പിണറായി വിജയനും ചേർന്നല്ലാതെ നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. പറഞ്ഞു കേൾക്കുന്നത് മിൽമ എന്ന് പറയുന്ന ആ കോഓപ്പറേറ്റീവ് സ്ഥാപനം, അതുപോലെ കേരവൺ മറ്റൊരു കോഓപ്പറേറ്റീവ് സ്ഥാപനം, അതിൻ്റെയൊക്കെ ഫെഡറലിസം നിങ്ങൾ സഹകരണ ഫെഡറലിസം എന്നൊക്കെ പറയൂലേ, അത് മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിൻ്റെ മുഴുവൻ ആഗോള വ്യാപാര കുത്തക നിങ്ങളെ പാതിരാത്രിയിൽ നിങ്ങൾ കൈമാറിയില്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോന്? ആ അവകാശം കിട്ടിയതിൻ്റെ പേരിലല്ലേ അവർ പരാതികൾ മുഴുവൻ വിഴുങ്ങിക്കളഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട്? രാമാനൻ എൻ്റെ ചേട്ടൻ എനിക്ക് അത്രമേൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഇഷ്ടമാവുന്നതുകൊണ്ടാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? അവിചാരിതമായിട്ട് അവിടെ വാളകത്തെ കീഴൂട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ കണ്ടത്, അവിചാരിതമായിട്ട് വന്നപ്പോൾ കണ്ടത് അവിഹിത ബന്ധം.
അവിഹിത വീഴ്ചയാണ് കണ്ടത്. അതാണ് പറയാൻ കൊള്ളരുത് എന്ന് പറഞ്ഞ. പറയാൻ കൊള്ളാത്തത് നിങ്ങൾ പട്ടാപ്പകൽ ചെയ്തു. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംഭവം. നിങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫ് കാപാലികന്മാരെ പോലെ കാവൽ നിന്നു, ദ്വാരപാലകന്മാരെ പോലെ അവിടെ കാവൽ നിന്നു. അങ്ങോട്ട് ആരും കയറുന്നിടാൻ. ഇവർ കയറി കണ്ടുപിടിച്ചപ്പോൾ എന്താ ചെയ്തത്? അവരെ പിടിച്ച് ബലമായിട്ട് പിടിച്ച്, അയാളുടെ ഒന്നും പേര് പറയുന്നില്ല, മനോജ്, പ്രദീപ്, ഈ 2 പേരുകളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെയാണ് വ്യക്തിപരമായ കാര്യമാവുന്നത്? പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്റ്റാഫ് അല്ലേ? പെൻഷൻ പറ്റുന്നവരല്ലേ? ശമ്പളം പറ്റുന്നവരല്ലേ? നമ്മുടെ നികുതി പണം പറ്റുന്നവരല്ലേ? ഇത് സ്വകാര്യ പ്രശ്നം പോലും. ഈ നിങ്ങളുടെ ഭാര്യ ഒരു മുറിയിലിട്ട് ഒരു അന്യപുരുഷൻ അടച്ചിട്ടു എന്ന് പറഞ്ഞാൽ എന്തൊരു അപമാനമാണ് കേരളത്തിനത്. മന്ത്രിമാരിയെ പിന്നെ മറ്റുള്ളവരുടെ സുരക്ഷിതത്വം എങ്ങനെ വരുത്തും? ഇത് നിങ്ങൾ പറയും നിങ്ങളുടെ രക്തമൊന്നും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ഉത്തരം വേണം. അത് അർഹിക്കുന്നു. കാരണം ജനാധിപത്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. മാടമ്പി ഭരണമല്ല, നാടുവാഴി സമ്പ്രദായമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടണം, അത്രയേ ഉള്ളൂ. ഞങ്ങളൊന്നും ആരോപിക്കുന്നില്ല. ഇങ്ങനെ ആരോപണങ്ങൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞു വെച്ചാൽ മതി, തീർന്നു പ്രശ്നം. പറയൂ, നിങ്ങൾ ഒളിച്ചോടൂ. എൻ്റെ രക്തം വേണമെങ്കിൽ തരാം ശാലം. ഹൂ കേഴ്സ്? നിങ്ങളുടെ രക്തം ആർക്ക് വേണം? അതൊന്നും വേണ്ട. ഞങ്ങളുടെ രക്തമുണ്ട്. ആ രക്തത്തിളപ്പോട് കൂടി ഞങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളെ ഭയക്കാതെ, മുഖ്യമന്ത്രിയെയും പോലീസിനെയും ഭയക്കാതെ ഞങ്ങൾ ചോദിക്കുക. നിങ്ങളെ ഈ നിങ്ങളുടെ ഭാര്യ തന്നെ പറയുന്ന ഈ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടും. അതിലെ ഇരയായിട്ടുള്ളത് ഒരു വലിയ VIP കേരളത്തിലെ നമ്പർ 1 VIP മകളാണെന്ന് വരെ പരസ്യം. ഇങ്ങനെയുള്ള റൂമറുകൾക്ക് എന്തിനാണ് ഇട കൊടുക്കുന്ന? കാര്യങ്ങൾ സംഭവിച്ച് പറഞ്ഞാൽ പോരെ. പണ്ട് PC ചാക്കോയെക്കുറിച്ച് PT ചാക്കോയെക്കുറിച്ച് ആരോപണം ഉണ്ടായത്, ഇത്തിരി ആവേശം കൂടിപ്പോയത് കൊണ്ടാണ് തെറ്റിപ്പോയത്. അതുകൊണ്ട് ഇച്ചിരി ആവേശം കുറച്ച് പറയാം. അതായത് PT ചാക്കോയെ കുറിച്ച് ആരോപണം ഉണ്ടായത് തൃശ്ശൂരിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രീമിയർ പത്മിനി കാറിൽ പോയപ്പോൾ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാളവണ്ടിയിൽ ഈ കാർ ഇടിച്ചേ. അപ്പോൾ ഇടിച്ചു കഴിഞ്ഞപ്പോൾ കാറൊന്ന് നിർത്തി. അപ്പോൾ വഴിപോക്കറിൽ ഒരാൾ, ഇത് PT ചാക്കോ കണ്ടാൽ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. ഒരു രാജാനുബാഹുവാണ്, നല്ല മീശയൊക്കെ വെച്ചാൽ അതിസുന്ദരനുമായിട്ടുള്ള ഒരാളാണ്, 6 അടി പൊക്കമൊക്കെ ഉള്ള ഒരു മന്ത്രിയാണ്, അന്നത്തെ ആഭ്യന്തരമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ PT ചാക്കോയുടെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ആരാ എന്നൊരു സംശയം വന്നു. അതായത് കോൺഗ്രസ്സുകാരനാണ്, കേരള കോൺഗ്രസ് ഉണ്ടായിട്ടില്ല. ഇത് കോൺഗ്രസ്സുകാരിയായിട്ടുള്ള പത്മജ മേനോനോ അങ്ങനെ പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. കാറിൽ വെച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ്. ബീച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുമായിരുന്നു എന്നും പറഞ്ഞാണ് വലിയ ആരോപണമായിട്ട് പിറ്റേ ദിവസം മുഖ്യമന്ത്രിയായിരുന്ന R. ശങ്കർ, എൻ്റെ മന്ത്രിയിൽ എനിക്ക് വിശ്വാസമില്ല. അതിനെ തുടർന്ന് ഈ PT ചാക്കോയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. ആ കേരളമാണ് ഈ കേരളം. R. ബാലകൃഷ്ണപിള്ള സാറ്, നിങ്ങളുടെ അച്ഛനായിട്ടുള്ള ഒരൊറ്റ സ്ത്രീ കേസിൽ അദ്ദേഹത്തിന് ഇടമലയാർ അഴിമതി കേസിൽ അദ്ദേഹത്തിനെ മനോരമ കുടുക്കിയിട്ടുണ്ട്. അത് ശരിയായിരിക്കാം. അവരൊരു ക്യാമ്പയിൻ നടത്തി അദ്ദേഹത്തെ കുടുക്കി അച്യുതാനന്ദൻ്റെ കാലത്ത് അറസ്റ്റും ചെയ്യിപ്പിച്ചു. ശരി. പക്ഷേ ഇങ്ങനെയുള്ള ഒരൊറ്റ ആരോപണം, ഞങ്ങളുടെ MP ആയിരുന്നു, മാവേലിക്കര മണ്ഡലത്തിൻ്റെ MP ആയിരുന്നു, ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് അദ്ദേഹത്തിൻ്റെ വാഗ്മയം. ഇതൊക്കെ ഇങ്ങനെ ഒരു പേരും കേൾപ്പിച്ചിട്ടില്ല. കാരണം 2 പെൺമക്കളുടെ പിതാവാണ്. നിങ്ങളൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ ഇത്രയും, നിങ്ങൾക്ക് ആ ഷഷ്ടി പൂർത്തിയാവരല്ലേ? നാണമല്ലേ നിങ്ങൾക്ക്? ഇതുവരെ നിങ്ങളുടെ ഈ വികാരങ്ങളൊന്നും അതിനൊരു ശമനം ഉണ്ടായിട്ടില്ല. എന്താ ഇത് സംഭവിക്കുന്നത്? ഇങ്ങനെ കൂടെ ഇപ്പോഴും ഈ മന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് ആരോപണങ്ങൾ വിധേയാവുക എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഒരു സദാചാര ബോധമുണ്ട്, അതിനെയൊക്കെ ലംഘിക്കുന്നതാണ് ഈ കാര്യങ്ങൾ. പണ്ടും ആരോപണം നിങ്ങളെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. അത് ഈ യുവത്വത്തിൻ്റെ തിളപ്പിലാണെന്ന് പറയാം. ഗവിയിൽ നിങ്ങൾ കൊണ്ടുപോയ ആളുടെ പേര് ഞങ്ങൾ പറയുന്നില്ല. വനം വകുപ്പ് കോർപ്പറേഷൻ്റെ ചെയർമാൻ തന്നെ നേരിട്ട് പറഞ്ഞ കാര്യമാണത് അന്നത്തെ. അതുപോലെ അത് കഴിഞ്ഞപ്പോൾ അവിടെ പറ്റില്ല ഈ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നേരെ തേക്കടിയിലേക്ക് പോയില്ലേ? ഇതൊക്കെ നിങ്ങളുടെ മനസാക്ഷിയോടെ തന്നെ ചോദിച്ചു നോക്കൂ. തേക്കടിയിൽ പോയിട്ട് അവിടുത്തെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആയിട്ടുള്ള ആരണ്യകത്തിൽ അതിൻ്റെ തുടർച്ച 2ാം ഭാഗം, ഇതൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരാളിൻ്റെ മകളാണെന്നും പറയും. ഇത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു വ്യക്തിപരമായ കാര്യമല്ലെന്ന് പറയാൻ കാര്യം, ഇതിനകത്തൊരു പോക്സോ കേസും ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയും ഇതിൽ പങ്കാളിയായെന്ന് പറയുന്നു. ഞങ്ങളാരും പറയുന്നതല്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. പക്ഷെ താങ്കളുടെ ഭാര്യ തന്നെ പറഞ്ഞു, മാപ്പ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ പ്രശ്നം ഉന്നയിക്കുന്നില്ല. ഒരിക്കൽ പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചു വരില്ല. പറഞ്ഞത് തന്നെയാണ്. അത് പബ്ലിക് ഡൊമൈനിലുണ്ട്. അതിന് സംശയ നിവാരണമാണ് ഈ വരുത്തേണ്ടത്. ആരായിരുന്നു, എന്തായിരുന്നു? ഇത് ഞങ്ങളൊരു വോയറിസം കൊണ്ടോ അന്യൻ്റെ ഈ ലൈംഗിക ജീവിതത്തിലേക്ക് കടന്നു കയറാനുള്ള മോഹം കൊണ്ടോ അല്ലോ. ഒരു മന്ത്രി, എന്താണ് മന്ത്രിക്ക് സംഭവിച്ചത്? ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇങ്ങനൊന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. പക്ഷെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് ഞങ്ങളെ ഭരിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാവുന്നതല്ല. നിങ്ങളതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം പറയണം. ഇങ്ങനെ ആരോപണം ഉണ്ടായിപ്പോയി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായി? കുടുംബ പ്രശ്നമാണ്, പാരനോയിയ, ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. പാരനോയിയ നിങ്ങൾക്കാണ് ഉള്ളതെന്ന് നിങ്ങളുടെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്.
മാപ്പ് കിട്ടുന്നതിന് മുമ്പ്. പിന്നെയാണ് ഈ പ്രശ്നം വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രശ്നമാണ് കേരഫെഡ്, മിൽമ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ആഗോള വിതരണ അവകാശം ഒരു ടെൻഡറും വിളിക്കാതെ നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കുക. അത് സത്യമാണോ? മാധ്യമങ്ങൾ ഇങ്ങനെ പറയുന്നു, ഉത്തരവാദിത്തമില്ലാണ്ട് അവർക്കെതിരെ അപകീർത്തിക്കുള്ള കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇതാണ് ചോദ്യം. അത് പറ്റുമോ? ഇങ്ങനെ എന്തെല്ലാം ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല, ഇവിടെ ലൈംഗികതയുടെ പ്രശ്നമല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. അതിനപ്പുറമുള്ള അഴിമതിയിലേക്ക് ഇത് പോയിരിക്കുന്നു. ഈ ലൈംഗിക സദാചാരത്തിന്റെ ആരോപണങ്ങളെ മൂടി വയ്ക്കുവാൻ വേണ്ടി കേരളത്തിന്റെ ജനങ്ങളെ ബാധിക്കുന്ന കൊടിയ അഴിമതികളിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ രായ്ക്ക് രാമാനം പരിഹരിച്ചത് കൊണ്ടാണ് നിങ്ങൾ മന്ത്രിയായിട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളിരിക്കുന്ന കസേര ടൈൻറ്റഡ് ആണ്, കളങ്കിതമാണ്. അവിടെ ഇരിക്കാൻ നിങ്ങൾ യോഗ്യതയല്ല. അതിൽ നിങ്ങൾക്ക് ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും യോഗ്യരല്ല. ഇതാണ് കേരളം യുക്തിസഹമായിട്ട് പറയുന്ന കാര്യം. ഇതിപ്പോ സാർ അതിന് തൃപ്തികരമായ ഉത്തരം കിട്ടണം. ഇന്നിപ്പോ രാവിലെ കുറച്ച് മുമ്പ് വന്നിട്ടുള്ളത് ഈ ഒരു വാക്ക് ഇത് മാത്രമല്ല, അതായത് മറ്റു ചില സർക്കാർ വകുപ്പ്, അതായത് ഈ കൃഷി വകുപ്പിന് വിവിധ പദ്ധതികളിൽ ആവശ്യമായ ചെടിച്ചട്ടി നൽകാൻ തയ്യാറാണെന്ന് ഇതേ കമ്പനി, ബിന്ദു മേനോന്റെ കമ്പനി കത്ത് നൽകിയിരുന്നു എന്ന്. പക്ഷെ അവിടെ നിന്ന് എന്തോ ഭാഗ്യം അനുകൂല നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഭർത്താവ് മന്ത്രിയാണ് എന്നുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ മേഖലകളിൽ ഈ ഒരു കമ്പനിക്ക് ടെൻഡ് വിളിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ മറ്റുള്ള പല കമ്പനികൾ അവിടെ ക്യൂ നിൽക്കുമ്പോൾ അതൊന്നുമില്ലാതെയാണ് ഡയറക്റ്റ് ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ എന്തായാലും സർക്കാരിന് ഇതിന് എന്തായാലും ഉത്തരം നൽകിയില്ലേ മതിയാവുള്ളൂ. മറ്റുള്ളതുപോലെ ഇത് മന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ മന്ത്രി KB ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് എൻ്റെ രക്തം കുടിച്ചോളൂ എന്ന് പറഞ്ഞ് ചാടിക്കളിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. കാരണം ഇതിപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമായി അത് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അത് അറിയണം, മാധ്യമങ്ങൾ അത് ചോദ്യം ചോദിക്കുക, അത് സ്വാഭാവികമാണല്ലോ. അതെ, തീർച്ചയായിട്ടും അതാണ്. ഇവിടെ ഇപ്പോ ആർക്കും ആരുടെയും രക്തമൊന്നും ആവശ്യമില്ല. ബ്ലഡ് ഡൊണേഷൻ നടത്തുന്നത് ഞങ്ങൾ വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചോളാം. ബ്ലഡ് ബാങ്കുകളുണ്ടല്ലോ, അവിടെ നിന്ന് രക്തം വാങ്ങിച്ചോളാം. താങ്കളുടെ രക്തമൊന്നും തൽക്കാലം ഞങ്ങൾക്ക് ദുഷിച്ച രക്തങ്ങൾ തീരെ ആവശ്യമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ശുദ്ധമായ രക്തമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുപോട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഇപ്പോ ഈ ബിന്ദു മേനോനെ ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ ചെയ്തു കൊടുത്തു. അതിനു മുമ്പ് ബിന്ദു മേനോന് ഈ ചെടിച്ചട്ടികളുടെ വിതരണം വേണം എന്ന് കൃഷി വകുപ്പിന്റെ മന്ത്രി എന്ന് പറയുന്ന P. പ്രസാദ് ഇന്ന് വരെ അഴിമതിയിൽ പെട്ടിട്ടില്ലാത്ത ഒരു മന്ത്രിയാണ്, അറിയാവുന്ന ആളാണ്. ഈ ഓണാട്ടുകര പ്രദേശത്തു നിന്നുള്ള മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ പോലും സ്വാധീനിക്കാൻ നിങ്ങൾ ശ്രമിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു വലിയ വ്യവസായിയാണ് താങ്കളുടെ ഭാര്യ. അപ്പൊ അഴിമതി കൊണ്ട് അതിനെ നേരിട്ടു, പണം കൊണ്ട്. പണത്തിന് മീതെ പരുന്തും പറക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പൊ ഞങ്ങളുടെ പ്രശ്നം ഈ പണമൊന്നും അല്ല. നിങ്ങളുടെ പ്രശ്നം ആ പണവും കനകം മൂലം കാമിനി മൂലം എന്നാണ് പറഞ്ഞാൽ രണ്ടുമായിരിക്കും. പക്ഷെ ഞങ്ങളുടെ അവകാശത്തിന്റെ പ്രശ്നമാണ്. അറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ആ അറിയാനുള്ള അവകാശം, അല്ലെങ്കിൽ വിവരാവകാശം വഴി 1 മാസത്തിനകം ഞങ്ങൾ വിവരം ശേഖരിക്കും. ഇങ്ങനെ ടെൻഡർ കൊടുക്കാതെ വഴിവിട്ട കരാറുകൾ നടന്നിട്ടുണ്ടോ? ഈ കാര്യം ഞങ്ങളുടെ അവകാശമാണെന്നേ. പൗരൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾക്കും ചില അവകാശങ്ങളുണ്ട്. നിങ്ങൾ MLA മാർക്കും മന്ത്രിമാർക്കും മാത്രമല്ല, ആ അവകാശങ്ങൾ ഞങ്ങളാണ് പരമാധികാരം. വി ദ പീപ്പിൾ, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ മുകളിലിരിക്കുന്ന ആളാണ് താങ്കളൊന്നും വിചാരിക്കേണ്ട. ഒരു മന്ത്രിയും വിചാരിക്കേണ്ട, ഒരു മുഖ്യമന്ത്രിയും വിചാരിക്കേണ്ട, ഒരു പ്രധാനമന്ത്രിയും വിചാരിക്കേണ്ട. ജനങ്ങളാണ് പരമാധികാരികൾ. അവർക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ സ്ഥാപനങ്ങൾ. സുപ്രീം കോടതി പോലും അതാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആ വി ദ പീപ്പിൾ, മഹത്തായ ജനാധിപത്യത്തിൻ്റെ കോവിലിൽ ആണ് ഇന്ത്യ. അവിടെ ഇരുന്നു കൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. വഴിവിട്ട പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഉത്തരം കിട്ടണം. ഉത്തരം കിട്ടിയേ മതിയാവൂ. വ്യക്തമായ ഉത്തരങ്ങൾ ഞങ്ങൾക്ക് കിട്ടണം. അല്ല രക്തമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഉത്തരം തന്നെയാണ്. അതെന്താണ് ഞങ്ങൾക്ക് അറിയില്ല. അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ഞങ്ങളെ എന്തിനാ ഇരുട്ടിൽ നിർത്തുന്നത്? ആരോപണം ഉന്നയിച്ചത് ഞങ്ങളുടെ ഭാര്യമാരല്ലല്ലോ, മന്ത്രിയുടെ ഭാര്യ തന്നെയല്ലേ. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന് ഉത്തരം ഉണ്ടാവണം. അതിനൊരു തീരുമാനം ഉണ്ടാവണം. തീരുമാനം ഉണ്ടാവാതെ ജനങ്ങളെ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ മറുപടി വോട്ടിലൂടെ കൊടുത്തോളാം. അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ ആവാം, അവിടെ വെച്ച് കാണാം. ഞങ്ങൾക്കൊരു പേടിയില്ല. ഏതായാലും ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെടുത്ത് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം എന്തോ ആവട്ടെ, പക്ഷെ എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പാലിക്കേണ്ട ചില ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ അവർ പാലിക്കേണ്ട ഒരു അച്ചടക്കം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ നമുക്ക് വിഷയങ്ങൾ വേറെയാണ് എന്നുണ്ടെങ്കിലും ഇവിടെ അത് തന്നെയല്ല. ഒരു അധികാരത്തിൻ്റെ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നതിൽ ഇപ്പോൾ
മന്ത്രിക്കാണെങ്കിലും വീഴ്ച പറ്റിയെന്ന് തന്നെ നമുക്കും പറയാം. തീർച്ചയായിട്ടും ഇനി നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മന്ത്രിയുടെ ഭാര്യയുടെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ഇനി സർക്കാർ എന്താണ് മറുപടി പറയുന്നത്, ഇതിന് മേൽ ഇനി ഒരു അന്വേഷണം വരുമോ എന്നുള്ളതൊക്കെ ഇനി നമുക്ക് നോക്കാം, അല്ലേ സാർ? അതെ അതെ, അതിവാചാലനായിട്ടുള്ള അദ്ദേഹം ഇതിന് ഉത്തരം പറയാതെ ഈ രക്തത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് വിഷയത്തിൽ നിന്ന് തിരിച്ചുവിടാൻ വേണ്ടിയാണ്, ശ്രദ്ധ തിരിച്ചുവിടാൻ. ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയണം. ആരോപണങ്ങൾക്ക് മറുപടി ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഈ ആരോപണം ഉന്നയിച്ച് താങ്കളെ മോശമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ. പക്ഷേ ഇത് കേരളത്തിലെ ഒരു മന്ത്രി ചെയ്തു. ഞങ്ങളോട് വ്യക്തിപരമായിട്ട് ഒരു വിരോധമില്ല. വാളകത്തെ കീഴൂട്ട് കുടുംബത്തിനോട് നമുക്ക് സന്തോഷമേ ഉള്ളൂ. നല്ലൊരു കുടുംബം എന്നുള്ള സന്തോഷമേ ഉള്ളൂ. നല്ല മനുഷ്യരുള്ള ഒരു കുടുംബം എന്നുള്ളത് നമുക്ക് സന്തോഷമാണ്. പക്ഷെ താങ്കൾ ഇങ്ങനെ ചെയ്തിട്ട് ഈ മന്ത്രിപദത്തിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടണം. താങ്കളുടെ ഭാര്യ നേരത്തെ പറഞ്ഞ ഇപ്പം മാപ്പ് പറഞ്ഞ അത് വേറൊരു കാര്യം, അത് നിങ്ങളുടെ കുടുംബം. പക്ഷേ അതിനപ്പുറം കുടുംബത്തിനപ്പുറം നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിന്റെ ചില താല്പര്യങ്ങളുണ്ടെന്ന് അതിന് മാത്രം ഉത്തരം കിട്ടിയാൽ മതി. ഞങ്ങൾ ജനങ്ങൾക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ മാത്രം ഇതിലുണ്ട്. ബാക്കി കാര്യങ്ങളൊന്നും അറിയണ്ട. ഈ വ്യക്തി ആരെന്നൊന്നും അറിയണ്ട. അതൊക്കെ വിട്ടേക്കുക. അത് അവർക്ക് പരാതിയില്ലെങ്കിൽ ഞങ്ങൾക്കും പരാതിയില്ല. പക്ഷെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കോടികളുടെ ആ ടെൻഡർ, ലക്ഷങ്ങളുടെ അല്ല കേട്ടോ, കോടികളുടെ ആ ടെൻഡർ, അതിന്റെ സത്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമാകണം. അത് തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചോദിക്കാറുള്ളതാണല്ലോ നിങ്ങളുടെ വരുമാനം എത്രയാണെന്ന്. അത് വ്യക്തിപരമായ കാര്യമാണെന്ന് പറഞ്ഞ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പ് ചെലവായത് എത്ര എന്റെ വ്യക്തിപരമായ കാര്യം എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ ഒരു ആവശ്യമാണിത്. ഇവിടെ അഴിമതി ഇത് മറച്ചു വെക്കാൻ വേണ്ടി, മൂടാൻ വേണ്ടിയിട്ട് അഴിമതി നടന്നു എന്നുള്ളത് വ്യക്തവും അതുപോലെ തന്നെ കൃത്യവുമായിട്ടുള്ള വിവരങ്ങൾ കേരളത്തിലെ ഓരോ പൗരനും അർഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ അവകാശമാണത്. അത് ചോദിക്കുമ്പോൾ പ്രതികാരമാണ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയമില്ലാതെ തന്നെയാണ് ഇത്. അല്ല, ഇപ്പോ മന്ത്രി അല്ലെങ്കിൽ പോട്ടെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുകളെങ്കിലും പ്രതികരിക്കേണ്ടതല്ലേ? അതെ, എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്നവരെ. മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്തോ ഒരു പ്രതികരണമായിരുന്നു. അന്നാണല്ലോ we will go to the moon and come back, I will come to the moon and come back with you എന്ന് പറഞ്ഞുള്ള കപ്പില് എന്തേയാ കാപ്പി കുടിച്ചു എന്ന് പറയുന്നത്. എന്തേ ആ കപ്പ് പൊട്ടിപ്പോയോ? എന്താ മുഖ്യമന്ത്രി ഇപ്പൊ കുടിക്കാത്ത ആ കാപ്പി? അതേ ഇതും തന്നെ താങ്കളുടെ മന്ത്രിസഭയിൽ ഈ മന്ത്രിക്കും ബാധകമല്ലേ? അതും ആരോപണമാണ്, ഇതും ആരോപണമാണെന്നേ. അത് വലിയ വളരെ എന്തൊരു ഹീനമായിട്ടാണ്, മനുഷ്യാധമനെ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം എന്നൊക്കെയാണല്ലോ എം വി ഗോവിന്ദനൊക്കെ പറഞ്ഞു. എന്തായാലും ചെയ്തത് ഗണേഷ് കുമാർ, നിങ്ങളുടെ മുഖം കാണുന്നില്ലേ നിങ്ങൾ കണ്ണടയില്? മറ്റുള്ളവരുടെ മുഖം കാണാനുള്ള കണ്ണാടിയാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത്? എന്താ ഇത്? ഇതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? ഒരു സന്തുലനം വേണ്ടേ? എന്തായാലും മന്ത്രി മറുപടി പറയട്ടെ. ഇനി മാധ്യമങ്ങളെടുത്തെടുത്ത് ചാടാതെ എന്ന് തന്നെ നമുക്കും വിചാരിക്കാം. മറുപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉണ്ടായേ മതിയാവും. അതെ.